ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശനം തന്ന വചനം അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായം അതിൻ്റെ 19-20 വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സുമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യരാശിയെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുന്ന വിളി കാണുവാനിടയായിത്തീരും. പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയ, അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യനെ ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനായി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുന്ന വിളി, ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് യോഹന്നാൻ സ്നാപകനിലൂടെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ശിഷ്യന്മാരിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ്. മാനസാന്തരത്തിനായി, മടങ്ങിവരവിനായി ഒരു വിളി നമുക്ക് കാണാം. ഇവിടെയും പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ തത്വം അതാണ്. ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നിങ്ങൾ മനം തിരിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, അനുഗ്രഹത്തെ അവിടെ കാണുന്നത് ഒന്നാമത് സ്തോത്രം, പാപങ്ങൾ മാഞ്ഞ് കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമകാലത്ത് പാപങ്ങൾ മറയ്ക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമ സഭയ്ക്ക് കിട്ടിയ അനുഗ്രഹം പാപങ്ങൾ മായിച്ചു കളയുമെന്ന്. മറയ്ക്കുകയല്ല, മായിക്കുകയും. രണ്ടിനും വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മായിച്ചു കളയുക, ക്ഷമിക്കുക, ഇതൊക്കെ വളരെ അർത്ഥവത്തായ ചില വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അനുഗ്രഹമാണ് ആശ്വാസകാലങ്ങൾ ലഭിക്കും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, പ്രൈസ് ദി ലോർഡ്, മടങ്ങി വന്ന ഒരു മനുഷ്യന് കിട്ടുന്നതാണ് ആശ്വാസകാലം. മൂന്നാമതായിട്ട് സ്തോത്രം, ക്രിസ്തുവിനെ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ ലഭിക്കും. ഇതെല്ലാം വിശദീകരണമായ ഒത്തിരി വാക്കുകൾ കൊണ്ട് തെളിയിക്കേണ്ടതെങ്കിലും നമ്മുടെ ഈ ചെറിയ സന്ദേശത്തിനകത്ത് എല്ലാം കഴിയില്ലെങ്കിലും ഇന്ന് പകൽക്കാലം, ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ഇടപെടാൻ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. നാലാമതായിട്ട് യഥാസ്ഥാനപ്പെടും. വളരെ അർത്ഥവത്തായ ഒത്തിരി വാക്കുകളാണ് പറഞ്ഞത്. ഒന്ന്, പാപങ്ങൾ മാഞ്ഞു കിട്ടുക, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടുക, ആശ്വാസം ലഭിക്കുക, ക്രിസ്തുവിനെ ലഭിക്കുക, യഥാസ്ഥാനത്താക്കപ്പെടുക. ഈ മേഖലയിൽ ഉള്ള അനുഗ്രഹമാണ് ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് കിട്ടുന്ന പ്രത്യേകതകൾ, അനുഗ്രഹങ്ങൾ. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് കിട്ടേണ്ട എത്രയോ അനുഗ്രഹങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനം ലഭിക്കും, സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ആനന്ദം, ഇങ്ങനെ എത്രയോ വാക്കുകൾ. ജീവിതം തന്നെ മാറുകയാണ്, ചേഞ്ച് ആകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. അനേക ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കേണ്ട ഭാഗമായി നമുക്ക് യോനയുടെ ജീവിതത്തിലെ ഒരു പദം എടുക്കാം. യോനയുടെ പുസ്തകം 1 അധ്യായത്തിൽ നാം കാണുന്നത്, യോനയോട് ദൈവം പറയുന്നത്, നീ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന 1 അധ്യായം. എന്നാൽ ആ 1 അധ്യായത്തിൽ നിനവയിലേക്ക് പോകാതെ തർസീസിലേക്ക് പോകുന്ന യോന. എന്നാൽ 2 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 1 അധ്യായത്തിൽ തർസീസിലേക്ക് പോകുന്നു, അത് നിമിത്തമായി അവൻ ഒരു കപ്പലിൽ കയറുന്നു, തർസീസിലേക്ക് പോയ കപ്പലിൽ കയറുന്നു. ആ കപ്പലിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായവനെ കടലിലേക്ക് അവനെ എടുത്തെറിയുന്നു. ഒരു മത്സ്യത്തിൻ്റെ വായിൽ അവൻ അകപ്പെടുന്നു. ഈ മത്സ്യത്തിൻ്റെ വായിൽ കിടന്നുകൊണ്ട് 2 അധ്യായം നമ്മൾ കാണുന്നത് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും. 2 അധ്യായം മുഴുവൻ സ്തോത്രം നമ്മൾ വായിച്ചാൽ യോനയുടെ മനംതിരിവിൻ്റെ അധ്യായമാണ്, മാനസാന്തരത്തിൻ്റെ അധ്യായമാണ്. അങ്ങനെ അവൻ യഹോവയോട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിക്കുന്ന ആ നിലവിളി നമുക്കിവിടെ കാണാം. എന്നാൽ ആ നിലവിളി ദൈവം കേട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ദൈവം സ്തോത്രം യോനായെ സ്തോത്രം മത്സ്യത്തിന്റെ വായിൽ നിന്ന് പുറത്തെടുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണം, 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്തോത്രം യഹോവ പിന്നെയും യോനയോട് സ്തോത്രം സംസാരിക്കുന്നു. അപ്പൊ യോനയ്ക്ക് ആശ്വാസമായ, വിടുതലായ സ്തോത്രം ഒരു ദൈവപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുവാനായി. അപ്പൊ മനം തിരിയുന്നവന് ലഭിക്കുന്ന സ്തോത്രം അനുഗ്രഹത്തെ കുറിച്ചാണല്ലോ ആശ്വാസം എന്ന പദം ഹല്ലേലൂയ നമ്മൾക്ക് വായിക്കുവാനായി തന്നത്. അപ്പോൾ യോന ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരികയും തൻ്റെ തെറ്റ് തിരുത്തുവാൻ തയ്യാറാകുകയും ചെയ്യുന്ന യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവൻ്റെ നിലവിളി ദൈവം കേട്ട് അവനെ സ്തോത്രം ഹല്ലേലൂയ ഒരു ആശ്വാസകാലം, ഹല്ലേലൂയ ഒരു സന്തോഷം സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം വീണ്ടും അവനെ തൻ്റെ പ്രവർത്തിക്കായി നിനവയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഉപയോഗിക്കുന്ന സ്തോത്രം ഒരു പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ സ്തോത്രം നഷ്ടപ്പെട്ടു പോയൊരു മകനെക്കുറിച്ച് നമ്മൾ കാണുന്നു. സ്തോത്രം അവനെ 2 ഘട്ടമായിട്ട് തിരിച്ചാൽ സ്തോത്രം, അല്ല 3 ഘട്ടം തന്നെ പറയണം. സ്തോത്രം, അപ്പൻ്റെ വീട്ടിൽ താമസിച്ച ഒരു ഘട്ടം, അതിനുശേഷം അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവൻ പോകുകയാണ്, അവൻ പോയ ഒരു ഘട്ടം. സ്തോത്രം, അതിനുശേഷമായി പോയ ഘട്ടത്തിൽ ഹല്ലേലൂയ അവൻ പന്നി തിന്നുന്ന വാളവിര എങ്കിലും ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതുപോലും അവന് ലഭിക്കുന്നില്ല. അപ്പോൾ സ്തോത്രം അവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുന്നു, അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്ന അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കണം, മടങ്ങി വരിക, മനം തിരിയുക, ഹല്ലേലൂയ സ്തോത്രം, പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുക, ഇതാണ് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം. അവിടെ നമ്മൾ കാണുന്ന സ്തോത്രം ആ നഷ്ടപ്പെട്ടു പോയ മകൻ അപ്പൻ്റെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന ആശ്വാസം. ആ മകനോട് ചോദിക്കണം സ്തോത്രം, അവൻ ആഹാരത്തിന് വേണ്ടി ക്ലേശിച്ചു, വസ്ത്രത്തിന് വേണ്ടി ക്ലേശിച്ചു, കിടപ്പാടത്തിന് വേണ്ടി ക്ലേശിച്ചു, അവൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം, അവൻ്റെ ദുഃഖങ്ങളെ ഉള്ളായിരുന്നു, കണ്ണുനീരെ ഉള്ളായിരുന്നു. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയ ശേഷം സ്തോത്രം അവൻ അനുഭവിച്ച വേദന അവനോട് ചോദിക്കണം. പക്ഷേങ്കിൽ അപ്പൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവന് കിട്ടുന്ന ആശ്വാസം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ സ്തോത്രം ഒരു മനുഷ്യനെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേലിന്റെ അവസാന രാജാവായ സ്തോത്രം അദ്ദേഹത്തെ യഹോയാക്കീം എന്ന്, അതുപോലെ കൊനയ്യാവ് എന്ന ചില പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്, ഇദ്ദേഹത്തെക്കുറിച്ച് സ്തോത്രം എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം അതിൻ്റെ 22-ന്റെ 23, 24 വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കണം. സ്തോത്രം, അവിടെ ഞാൻ ആ 1-2 പദം മാത്രം വായിക്കുന്നു. എന്നാണ് യഹോയാക്കീമിൻ്റെ മകനായ യഹൂദ രാജാവായ കൊന്യാവ് എൻ്റെ വലം കൈക്കൊരു മോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്ന കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും കൽദേരുടെ കയ്യിലും തന്നെ. ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾക്ക് ജനിച്ചതല്ലാത്ത അന്യദേശത്തേക്ക് തള്ളിക്കളയും, അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. 29-ാമത്തെ വാക്യത്തിൽ ദേശമേ 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 യഹോവയുടെ വചനം കേൾക്കുക, ഈ ആളെ മക്കളില്ലാത്തവരെന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവിൻ. ഇനിയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ കനയ്യാവ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ സ്തോത്രം അദ്ദേഹത്തെക്കുറിച്ച് യിരെമ്യാവ് പറയുകയാണ്, ഈ ദേശത്തേക്ക് മടങ്ങി വരികയില്ല, അവിടെ വെച്ച് മരിക്കും. സ്തോത്രം 22, 21 പറഞ്ഞിട്ട് ശുഭകാലത്ത് നിന്നോട് സംസാരിച്ചു, നീയോ കേൾക്കയില്ല എന്ന് പറഞ്ഞു, എൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നത് ബാല്യം മുതലുള്ള നിനക്ക് ശീലം. അപ്പൊ ഇവിടെ എല്ലാം മാനസാന്തരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും മനം തിരിയാത്ത സ്തോത്രം ഹല്ലേലൂയ കൊനയ്യാവ് അല്ലെങ്കിൽ സ്തോത്രം യഹോയാക്കീം ഈ മനുഷ്യനെ കുറിച്ച് സ്തോത്രം പറയുന്നത്. എന്നാൽ ഇവനെ ഹല്ലേലൂയ ഈ പ്രവചന വാക്കുപോലെ തന്നെ അവൻ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട് ബാബേൽ രാജാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. സ്തോത്രം അവനെ കാരാഗൃഹത്തിൽ താമസിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അവൻ മുഖം തിരിഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകാം. സ്തോത്രം അങ്ങനെ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് സ്തോത്രം
52 അധ്യായത്തിൽ സ്തോത്രം ഈ വാക്കൂടെ പറഞ്ഞാണ് യിരെമ്യാവിൻ്റെ പ്രവചനം അവസാനിക്കുന്നത്. 31 വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, യഹൂദ രാജാവായ യെഹോയാക്കീമിനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു, അവനോട് ആദരവായി സംസാരിച്ചു, അവൻ്റെ ആസനത്തോടു കൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു, അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി, അവൻ ജീവപര്യന്തം നിത്യവും അവൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു. അവൻ്റെ അഹോവൃത്തിയോ ബാബേൽ രാജാവ് അവൻ്റെ മരണ ദിവസം വരെ അവൻ്റെ ജീവകാലത്തൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോകുന്നു. അവിടെ നോക്കണ സ്തോത്രം, ഒരാശ്വാസകാലം അവന് വരുന്നതായിട്ട് നമ്മളിവിടെ കാണുവാനിടയായി തീരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ ചിന്തകളോട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവമക്കളെ സ്തോത്രം, മാനസാന്തരത്തിനു വേണ്ടി തയ്യാറാകുന്ന ഏതു മനുഷ്യനും ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അവൻ ആശ്വാസകാലങ്ങൾ വരുത്തുന്നു, പാപങ്ങൾ മായ്ച്ചു കളയുന്നു, ക്ഷമിക്കുന്നു. സ്തോത്രം, അവന് ക്രിസ്തുവിനെ ലഭിക്കുന്നു, അവനെ യഥാസ്ഥാനപ്പെടുന്നു. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പഴയ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഇന്നലകളിൽ അവനിരുന്ന അനുഗ്രഹത്തിലേക്ക്. ആ മുടിയ സ്തോത്രം, ആ നഷ്ടപ്പെട്ടു പോയ മകൻ അപ്പൻ്റെ വീട്ടിലിരുന്ന് സന്തോഷിച്ചവനാണ് അപ്പനിൽ നിന്ന് അകന്നു പോയത്. അവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വീട്ടിൽ അവൻ മകനായി എങ്ങനെ ഇരുന്നു ആ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവന്നിരുത്തി. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവമായി ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം മാനസാന്തരത്തിൻ്റെ ഹല്ലേലൂയ അനുഭവങ്ങൾ ഓരോ ദിവസവും ഒരു വിശ്വാസിക്കുണ്ടാകണം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യനാണ് നീയെങ്കിൽ, ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ സ്തോത്രം നീ അനുഭവിക്കുന്ന വേദനകൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ഹല്ലേലൂയ പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് എടുത്തു കളഞ്ഞ് നിനക്ക് ആശ്വാസം തന്ന്, സമാധാനം തന്ന്, സന്തോഷം തന്ന്, സൗഖ്യം തന്ന്, ആരോഗ്യം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ വചനങ്ങളാൽ പറഞ്ഞ് സ്തോത്രം പത്രോസിനോട് ചേർന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം, മാനസാന്തരപ്പെടുന്നവർക്ക് ആശ്വാസകാലങ്ങൾ വരും, ആശ്വാസകാലങ്ങൾ വരും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ, മനുഷ്യനെ അങ്ങയുടെ അടുക്കിലേക്ക് വരുത്തുവാൻ അങ്ങയുടെ ആഗ്രഹമായിരുന്നല്ലോ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്നത്. ഹല്ലേലൂയ, ക്രിസ്തുവിലൂടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ അങ്ങ് ഇന്നും ജനത്തെ ആഹ്വാനം ചെയ്യുമ്പോൾ അത് കേൾക്കുവാൻ ജനത്തിനിടയാക്കണമേ. അതെ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നവർക്ക് അങ്ങ് കൊടുക്കുന്നത് ആശ്വാസമാണ്, സമാധാനമാണ്, സൗഖ്യമാണ്, ആരോഗ്യമാണ്, സന്തോഷമാണ്, ഉല്ലാസമാണ്. അത് മനസ്സിലാക്കുവാൻ ജനത്തിന് ഹല്ലേലൂയ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യഥാസ്ഥാനപ്പെടുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അതെ, കൊന്യാവ് എന്ന് പറയുന്ന യഹൂദ രാജാവ് സ്തോത്രം ഹല്ലേലൂയ യിരെമ്യാവിൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നു, മനം തിരിയാതെ ഇരുന്നു. എന്നാൽ ഹല്ലേലൂയ അതുകൊണ്ട് അവൻ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ മനം തിരിഞ്ഞപ്പോൾ അവനും ചില ആശ്വാസങ്ങൾ കൊടുത്തുവെന്ന് ഞങ്ങൾ കേട്ടു. യോന ദൈവം പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ട് ഹല്ലേലൂയ അവൻ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു. എന്നാൽ അവൻ നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു. അവനൊരു മാനസാന്തരം വന്നത് അവനെ വീണ്ടും ആ പ്രവാചക ദൗത്യത്തിലേക്ക്, ആ പ്രവാചക ശുശ്രൂഷയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. അവനും ഒരാശ്വാസം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തിനും ചില ആശ്വാസങ്ങൾ, ചില വിടുതലുകൾ, ഒരു മനംതിരിവിൻ്റെ അനുഭവങ്ങൾ, കർത്താവിലേക്ക് നോക്കുവാൻ ഹല്ലേലൂയ ഒരാഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം, ജനത്തെ അനുഗ്രഹിക്കുന്ന സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.